ഇന്ന് ജൂലൈ 17, കർക്കിടകം 1. എല്ലാ ദിവസവും തരുന്നു എന്ന് വിചാരിക്കേണ്ട. ഓരോ ദിവസം രാവിലെ ഡേറ്റ് പറയണമെന്ന് വിചാരിക്കും. പക്ഷേ ടൈംലെസ് ആയതുകൊണ്ടാണ് പറയാത്ത കേട്ടോ. പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥിച്ച് തന്നെ നിങ്ങളും കേൾക്കുക. താഴെ ഒരു കമൻ്റ് ഇടുക. ഇനി റീഡിങ് നെഗറ്റീവ് ആയാലും ഇവിടെ പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങൾക്കതൊന്നും ബാധിക്കില്ല കേട്ടോ. ഇനി ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ എന്താണ് എന്ന് നോക്കാം. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. താഴെ കമൻ്റ് ഇടാൻ പറഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയോട് പറയേണ്ട കാര്യമോ പരിഭവങ്ങളോ പരാതിയോ പ്രതികാരമോ ഒന്നുമല്ല. നിങ്ങളുടെ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്. ഇനി യൂണിവേഴ്സിനൊരു താങ്ക്സും പറയാം. ഇതിൽ ഒതുക്കണം നിങ്ങളുടെ കമൻറ്റ്. ഒറ്റ വേർഡിൽ ഒതുക്കണം കേട്ടോ. അതുകൂടി പറയാം. 3 വാണ്ടാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ, 2 വാണ്ട്, 6 കപ്പ്, വേൾഡ് കാർഡ്, ഏസ് ഓഫ് പെൻഡക്കിൾ, സ്ട്രെങ്ത്, ഹെർമിറ്റാണ്, ലവ് കാർഡ് വന്നു. കുറച്ച് നെഗറ്റീവ് കാർഡ് വന്നു വെച്ചാലും 3 സോർട്സ് ഇതെന്ന് വന്നോ. ഏതെങ്കിലും ഒരു കാർഡ് 3 സോർട്സ് ആവുകയാണ്. എന്താ ചെയ്യുക? 4 ഓഫ് സോർട്സ്. അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചാരിയറ്റ്, തിരുവാതിര, ചോതി, ചതയം, ഭരണി, പൂരം, പൂരാടം, അശ്വതി, മകം, മൂലം, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് മോശമായിട്ട് വന്നിരിക്കുന്നത് ഭരണി, പൂരം, പൂരാടാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്പറുകൾ 3 2 തവണ വന്നിട്ടുണ്ട്. 6, 7, 9 വന്നിട്ടുണ്ട്. 4 വന്നിട്ടുണ്ട്. 8 വന്നിട്ടുണ്ട്. 1, 2, 21 വന്നിട്ടുണ്ട്. അപ്പം 3 നമുക്കിവിടെ കൂട്ടിയാലും കഴിച്ചാലും ഒക്കെ 4 തവണയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൂടി മനസ്സിലാക്കുക. പറയാനുള്ളത് ഒരു തേർഡ് പാർട്ടി ശക്തമായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്കിടയിൽ. ആദ്യം വന്നിരിക്കുന്നത് 3 വാണ്ടാണ്. ഇവിടുത്തെ 3 വാണ്ട് നിങ്ങളുടെ പങ്കാളി ഇപ്പം നിങ്ങളോട് കുറച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ആർഗ്യൂ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. അത് കുടുംബമാണ്. ആദ്യത്തെ കാർഡിലെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കുടുംബം അനുവദിക്കാതെ നിങ്ങൾ അകന്ന് നിൽക്കേണ്ടി വരികയാണ്. അപ്പം നിങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ കുടുംബം വേണ്ടെന്ന് പറയുന്നൊരു ബന്ധമാണ്. അവർ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ആദ്യം തന്നെ നെഗറ്റീവ് പറയണമെന്ന് തോന്നരുത്. നെഗറ്റീവ് റീഡിങ് വന്നാൽ അത് തന്നെ ഞാൻ പറയുള്ളൂ. കുടുംബം നിങ്ങൾക്ക് അനുകൂലമല്ല എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അതിനനുസരിച്ച് അവർ പോകൂ എന്നാണ് ഇവിടെ അയാളെക്കുറിച്ചുള്ള ഫീലിംഗ് വന്നിരിക്കുന്നത്. ഇനി ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. ഇത് സ്ത്രീക്ക് വേണ്ടി വരുന്നതാണ്. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചാണത് കേട്ടോ. നിങ്ങൾ പല കാര്യങ്ങൾ അവരോട് തുറന്ന് പറയുന്നില്ല. ഒരു പക്ഷേ ഇത് നിങ്ങളൊരു ഭാര്യയായിരിക്കാം എന്നാണ് പറയുന്നത്. അവർ അവിവാഹിതരുമായിരിക്കാം. പുരുഷൻ, ഇവിടെ സ്ത്രീ പുരുഷ എനർജികളാണ് ആദ്യത്തെ 2 കാർഡ് പറയുന്നത്. വാണ്ട് എനർജി എന്ന് പറഞ്ഞാൽ പുരുഷനും പെൻഡക്കിൾ എന്ന് പറഞ്ഞ സ്ത്രീയുമാണ്. ഇവിടെ ചിത്രം കണ്ടല്ല ഞാൻ പറയുന്നത്, എനർജി അതാണ്. അപ്പോൾ ഒരു പക്ഷേ 2 പേരും കുടുംബമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ കുടുംബമില്ലാത്ത ആളായിരിക്കാം. സ്ത്രീ വിവാഹിതയാണ്. കാരണം ക്യൂൻ ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, അമ്മ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവരെ തന്നെ കല്യാണം കഴിച്ച് 2 പേരും ഒന്നിച്ച് കഴിയാത്തതുമാവട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. നിങ്ങൾ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇരട്ട മുഖമുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഉണ്ടോ? അങ്ങനെ പെരുമാറാറുണ്ടോ? എപ്പോഴും ഞാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കാറ്. പക്ഷെ ഇവിടെ നിങ്ങളും കുറച്ച് കുറ്റമൊക്കെ ഉള്ള ആളാണ് എന്ന് പറയുന്നത് കേട്ടോ. സമാസമാണ്. 2 പേരും കുറച്ച് തണ്ടുള്ളവരാണ്. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നവരാണ്. ഓപ്പൺ മൈൻഡ് അല്ല, കുറച്ച് കള്ളത്തരമുള്ളവരാണ് 2 പേരും. ഒരാളെന്ന് പറയാൻ പറ്റില്ല. കാരണം 6ഉം 2 തവണയാണ് വന്നിരിക്കുന്നത്. അശ്രദ്ധ ഉള്ളവരാണ്, കുറവുകൾ ഉള്ളവരാണ്. 3, 4 തവണയാണ് വന്നിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ അവരെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ 2 പേരും സംശയിക്കുകയാണ് തേർഡ് പാർട്ടിൻ്റെത്.
നിങ്ങൾ അവർക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു, അവർ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത് സമാസമാണെന്ന്. 3ആണെങ്കിൽ 4 തവണയാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്നെ കൂടാതെ മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? ഇത് വെറും സംശയം മാത്രമാവാം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബം ഉണ്ടാവാം. കാരണം 3, 4 തവണയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയെ അല്ലെങ്കിൽ ട്രയാങ്കിൾ ലവിനെയാണ് അത് കാണിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് നൈറ്റ് കപ്പ് കിട്ടാതെ ഒരു റീഡിങ് ഉണ്ടാകുന്നത് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് വരും. ഇന്ന് 6 കപ്പാണ് വന്നിരിക്കുന്നത്. ഇത് അവനവൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായ പ്രണയത്തിനെയാണ് കാണിക്കുന്നത്. 6 കപ്പ് ഒരു നഷ്ടമായ പ്രണയത്തിനെ കാണിക്കുന്നുണ്ട്. ഓർമ്മകളിൽ ഇരിക്കുക. 6 കപ്പ് അതാ പറയുന്നത് അല്ലേ. ഇനി അതേപോലെ തന്നെ 6നെ സൂചിപ്പിക്കുന്നതാണ് ലവ് കാർഡ്. 6 പ്രണയത്തിൻ്റെ നമ്പറാണ്, വീനസിൻ്റെ നമ്പറാണ് 6. അപ്പം വീനസിനോടുകൂടി വേറൊരാൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, മിഥ്യാധാരണകളായി മാറും. അത് പെസഡോണാണ്. അപ്പോൾ വീനസും പെസഡോണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് മറ്റൊരു രീതിയിലേക്ക് മാറുന്ന പ്രണയമാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. രണ്ടും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്രണയബന്ധങ്ങളിൽ ഉണ്ടാവുന്ന മിഥ്യാധാരണകളാൽ സത്യത്തിൽ പ്രണയിക്കുന്ന ആൾ അന്ധനാവാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ കാഴ്ചക്കുറവ് വളരെ ശക്തമായ മിഥ്യാധാരണകളിൽ അലയുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അന്ധനാണല്ലോ ഇവിടെ അലയുന്നത്. ഈ വ്യക്തിക്ക് സത്യം തിരിച്ചറിയാൻ വളരെ കാലം കഴിയുമെന്നറിയുന്നത്. അപ്പം ഈ 2 സംയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാൾക്കാരെയും ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് പെസഡോണാണ്, ഒന്ന് വീനസാണ്. ഈ 2 പേരും കൂടി ഒരേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മിഥ്യാധാരണകൾ ഉണ്ടാക്കും. പ്രണയത്തിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സത്യം തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവരിങ്ങനെ അലയുകയാണ്. അതാണ് ഹെർമിറ്റ് പറയുന്നത്. ഇങ്ങനെ അലയുന്ന സമയത്ത് അവർ സത്യം തിരിച്ചറിയാൻ പ്രാപ്തനാവുന്നില്ല എന്ന് പറയുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3, 4 തവണ വന്നു, അശ്രദ്ധ കൊണ്ട് നഷ്ടമായി എന്ന് 6 പറയുന്നുണ്ട്. സത്യം തിരിച്ചറിയാനുള്ള കഴിവ് പോലും നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. മറ്റൊരാൾക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു മനസ്സാണ് ഈ വ്യക്തിക്ക് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശക്തമായിട്ട് തന്നെ തേർഡ് പാർട്ടീൻ്റെ വീട്ടുകാരുണ്ട്. തേർഡ് പാർട്ടി തന്നെ വീട്ടുകാരാണോ എന്നും അറിയില്ല, പങ്കാളി ഉള്ളവരാണോ എന്നും അറിയില്ല. എന്തായാലും നിങ്ങളെക്കുറിച്ച് അവർ ശരിയായ ധാരണയിലല്ല ഈ സമയത്ത്. അതുകൊണ്ടാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. 2 പേരും വന്നിരിക്കുന്നത് മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാനറ്റാണ്, അതിൽ വിശ്വസിക്കുന്ന മറ്റൊരു പ്ലാനറ്റാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് കണ്ണ് കാണുന്നില്ല, തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. ഒരു മിഥ്യാധാരണയിൽ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ അവരിങ്ങനെ അലയും. അതാണ് ഹെർമിറ്റ് പറയുന്നത്. സങ്കടകരമായ അവസ്ഥയാണ്. ഇനി 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അത് പറയുന്നത് ഉറക്കമില്ല എന്നാണ്. അപ്പം നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അവർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട്. അവർക്കൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്കും വേദന ഉണ്ടാക്കുന്നുണ്ട്. 2 പേര് വേദനിച്ച് സത്യം പങ്കിടാതെ ഇരിക്കുകയാണ്. 2 പേര് 2 സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. തുറന്ന് പറയുമ്പോഴാണ് ആ മിഥ്യാധാരണകൾ മാറുക. അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പം കാലക്കേട് വരുത്തുന്ന 2 പേരാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. നിങ്ങളെ അകറ്റുകയാണത്. ഇവിടുത്തെ മെസ്സേജിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ സംവേദനക്ഷമത നഷ്ടമായ സമയങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. 3 എന്ന നമ്പർ ഒരുപാട് വട്ടമാണ് വന്നിരിക്കുന്നത്. 6 എന്ന നമ്പറും ഒരുപാട് വട്ടമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുന്നു, സംശയിക്കുന്നു. എന്നാൽ ശരിയായ സംഭവങ്ങൾ എന്താണ്, ഞാൻ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത്. ഇവരുടെ മിഥ്യാധാരണകൾ മാറുന്നത് വരെ. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ. നിങ്ങൾ പല കാര്യവും ഹൈഡ് ചെയ്യുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പം 2 പേര് തുല്യമായിട്ട് കള്ളത്തരം കാണിക്കുന്നവരാണ്, തെറ്റിദ്ധരിക്കുന്നവരാണ്, പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ്. പോയാൽ പോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളും മാറി നിൽക്കുകയാണ്. എന്നാൽ 2 പേര് ഹൃദയം കൊണ്ട് വ്യസനിക്കുന്നുണ്ട് കേട്ടോ. 6 കപ്പ് വന്നതുകൊണ്ട് തന്നെ ഒപ്പം വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഒപ്പം പഠിച്ചവരാവാം, അല്ലെങ്കിൽ ഒരു നഷ്ടപ്രണയമാവാം, എന്തുമാവാം കേട്ടോ. ഇനി സ്ട്രെങ്ത് വന്നിട്ടുണ്ട് അല്ലേ. ലിയോ ഒതുക്കിയ ഒതുങ്ങില്ല, മെരിക്കിയ മെരിങ്ങില്ല, പറഞ്ഞതൊന്നും കേൾക്കില്ല. നിങ്ങളും അതെ, അവരും അതെ. ഇനി ഒരാളെ മാത്രമേ ഞാൻ കുറ്റം പറയുന്നേ ഇല്ല. ചാരിയറ്റാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. 2 പേര് 2 വഴിക്ക് പോകുന്നവരാണ്. ഒരു വഴിക്ക് പോകുമ്പോഴല്ലേ പ്രണയം നന്നായി നടക്കുക. ഇനി ലവ് കാർഡാണ്. അത് മനസ്സുകളുടെ സംയോഗമാണ് പറയുന്നത് കേട്ടോ. 2 പേരും ഇതുപോലെയാണ്.
രണ്ടുപേരും ആലിംഗനം ചെയ്ത് നിൽക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ ചിത്രം. പുതിയ കാർഡ് മനസ്സുകൊണ്ട് അതുപോലെയാണ്. എന്നാൽ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്ന തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് മിഥ്യാധാരണകളാണ് ഇവിടെ. അപ്പോൾ മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്ന കുടുംബമാണോ, പങ്കാളിയാണോ, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രണയിക്കുന്നുണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയൂ. അപ്പോൾ നമുക്കൊരു പ്ലാനറ്റിൻ്റെ പേര് ഇവിടെ പറയാൻ പറ്റൂല, ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളുണ്ടോയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്ന പലരും ഇവിടെ ഒരാൾ വിവാഹിതരും മറ്റേ ആൾ സിംഗിളാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില പുരുഷന്മാർ വിവാഹിതരായവർ സിംഗിളായ പെൺകുട്ടികൾക്ക് വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ വിവാഹിതയായ സ്ത്രീ പുരുഷന് വേണ്ടി വരാറുണ്ട്. അതുപോലുള്ള ബന്ധങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരാൾ ഭയങ്കരമായിട്ട് അലയാണ് എന്ന് പറയുന്നത്, അതാണ് ഹെർമിറ്റ് പറയുന്നത്. സങ്കടമാണ്. എന്നാൽ ഈഗോ സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് പോയി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ന്. അതിന് രണ്ടുപേരും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാളെ മാത്രം പറയുന്നില്ല, രണ്ടുപേർക്കും മാനസിക സംഘർഷങ്ങളാണ് ഇവിടെ പറയുന്നത്. അശ്രദ്ധ കൊണ്ട് നഷ്ടമായ ഒരു പ്രണയം, അതാണ് പറയുന്നത്. എന്തോ ഒരു നോട്ടക്കുറവ് കൊണ്ട് നഷ്ടമായ പ്രണയം, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. ഇനി ഒരു തേർഡ് പാർട്ടി മിഥ്യാധാരണകൾ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഇവിടെ അങ്ങനത്തെ പ്ലാനറ്റാണ് വന്നിരിക്കുന്നത്. അകറ്റാൻ ശ്രമിക്കും. അതാണ് രണ്ട് സംയോഗങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ കാരണം. ഇവിടെ വന്നിട്ടുള്ള രണ്ട് സംയോഗങ്ങൾ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ സ്വഭാവമുള്ളവരാണ് ഇവിടെ സോഡിയാക് സൈനിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാവും അല്ലേ. ഇവിടെ പറയേണ്ടത് എന്താണ്, നിങ്ങളുടെ പങ്കാളി എന്ന് പറയണം അല്ലേ. ഇവിടെ ഞാൻ പറയുന്നത് അതൊന്നല്ല, ഇവിടെ കാണിക്കുന്ന ജ്യോതിഷപ്രകാരമുള്ള അർത്ഥങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ടുപേർക്ക് ഇപ്പോൾ സംശയം തോന്നുന്നു. രണ്ടുപേരും കള്ളത്തരമുള്ളവരാണ്, രണ്ടുപേരും അശ്രദ്ധ കൊണ്ട് നഷ്ടമായിരിക്കുകയാണ്, രണ്ടുപേരും ഉറങ്ങാതിരിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ലവ് കാർഡ് പോലെയാണ്. ശൂർപ്പണേഖയുടെ പ്രണയം അല്ലേ, രാമായണ മാസം ആയതുകൊണ്ടാണ് ശൂർപ്പണേഖ ഇവിടെ കൊണ്ടുവരാൻ കാരണം. പ്രണയം ഇവിടെ കാണുകയാണ്. വനത്തിലെ രണ്ട് മനോഹരന്മാരായ പുരുഷന്മാരെ, ഇവൾക്ക് ഒരാളോടൊന്നല്ല പ്രണയം തോന്നുന്നത്, ഇവരെ രണ്ടുപേരോടും ആസക്തി തോന്നുകയാണ്. രാക്ഷസി ആയതുകൊണ്ട് കാമമാണ് തോന്നുന്നത്. അതോടുകൂടി ഇവള് ആദ്യത്തെ ആളുടെ അടുത്ത് പോവുകയാണ്, രാമൻ്റെ അടുത്ത്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമായി, എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഒരു മനോഹരിയായ സ്ത്രീയായിട്ടാണ് പോകുന്നത്, രാക്ഷസിയായിട്ടല്ല പോകുന്നത്. അപ്പോൾ അവർ പറയണേ, എനിക്കൊരു ഭാര്യ ഉണ്ടതാ, എൻ്റെ ഭാര്യയാണ് സീത, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം. അതോടുകൂടി അനിയൻ്റെ അടുത്ത് പോവാണ്, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയൻ പറയും, ഞാൻ രാമൻ്റെ ദാസനാണ്, അതുകൊണ്ട് എനിക്ക് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല, അതുകൊണ്ട് ഭവതി ദയവായി മടങ്ങി പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മടങ്ങി പോകേണ്ട ഇവളെന്ത് ചെയ്യുന്നറിയോ, ഈ സ്ത്രീ കാരണല്ലേ ആദ്യത്തെ ആൾ വേണ്ടാന്ന് പറഞ്ഞത്, എന്നാൽ അവളെ അങ്ങ് പിടിച്ചു വിഴുങ്ങ എന്ന് പറഞ്ഞ് സീതയെ പിടിച്ചു വിഴുങ്ങാൻ ഭീമാകാരമായ വേഷമെടുത്തു എന്നാണ് പറയുന്നത്. രാക്ഷസീയമായ ഭാവത്തിലേക്ക് പോയി. അപ്പോൾ സീതയെ പിടിച്ച് വിഴുങ്ങാൻ നിൽക്കുന്ന അവളെയാണ് ഛേദിക്കുന്നത്, വാളെടുത്ത് ഛേദിക്കുന്നത് അല്ലേ. സ്തനങ്ങൾ, ഇനി മുഖം, അങ്ങനെയൊക്കെ അംഗങ്ങൾ ഭംഗം വരുത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഭംഗം വരുത്തിയ അവൾ അങ്ങനെയാണ് രാവണൻ്റെ അടുത്ത് പോയിട്ട് പറയണേ, ഏട്ടാ അങ്ങേക്ക് പറ്റിയൊരു സ്ത്രീരത്നത്തിനെ ഞാൻ കണ്ടു, അവളെ അങ്ങ് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ രണ്ട് പുരുഷന്മാർ എന്നെ ഇതുപോലെ ആക്കി എന്ന് പറഞ്ഞ് രക്തം ഒലിച്ച് നിൽക്കുന്ന അനിയത്തിയാണ് രാവണൻ കാണുന്നത്. ആഹാ അങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നീട് ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും. എന്നാൽ ആ സ്ത്രീ എനിക്ക് കൊണ്ടുവരണമല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. കാമം ആഗ്രഹിച്ച് സമീപിച്ച ഒരു പുരുഷൻ നിരസിച്ചപ്പോൾ ഇവൾക്ക് പ്രതികാരമായി. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിനെ അങ്ങ് നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭാര്യയെ അങ്ങ് നശിപ്പിക്കുക എന്ന് ഇവൾ കരുതി. അതിന് കഴിയാതെ വന്നപ്പോൾ, അവിടെ പരാജയപ്പെട്ടപ്പോൾ അവൾ വിജയിക്കാൻ ശ്രമിക്കുന്നത് കള്ളം പറഞ്ഞിട്ടാണ് അല്ലേ. ഇതാണ് അവിടുത്തെ ഉദാഹരണം. അവനവന് കിട്ടാത്തത് അങ്ങ് നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം. കള്ളം പറയും ആ സമയത്ത്. ആ മിഥ്യാധാരണകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ രണ്ട് സംയോഗങ്ങൾ ഇവിടെ വന്നു എന്ന്. ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ടാരോയുടെ ഭാഷയിൽ അത് പറഞ്ഞാൽ കോപ്പി അടിക്കാൻ ആളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വിസ്തരിച്ച് പറയാത്തത്. ഇവിടെ പലരും നിൽക്കുന്നുണ്ട്.
ഹേഡിസ് നിൽക്കുന്നുണ്ട്, ഹെർമിസ് നിൽക്കുന്നുണ്ട്, വീനസ് നിൽക്കുന്നുണ്ട്. ഇവർക്കൊന്നും ചേരാത്ത പെസഡോണും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരാളുടെ അടുത്താണ് ഈ പെസഡോൺ ഇങ്ങനെ മിഥ്യാധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വീനസ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ, വീനസ് അല്ല, മറ്റൊരാളാണ്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയില്ല. അപ്പോൾ കോപ്പിയടിക്കാരൊക്കെ ഉണ്ട്. രണ്ടുപേരെയും പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിലുണ്ട്. ഒരു മൂന്നാമത്തെ വ്യക്തിയാവാം, കാരണങ്ങളാവാം, സന്ദർഭങ്ങളാവാം. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾ അവരുടെ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തും. ഇനി ഒരു ഭാഗത്തല്ല, 3-4 തവണയാണല്ലോ വന്നിരിക്കുന്നത്. രണ്ടുപേർക്ക് തേർഡ് പാർട്ടി ഉള്ളതായിട്ടാണ് കാണുന്നത്. കുടുംബമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിഹിത റീഡിംഗ് നടത്തുന്നു എന്നും പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരും. അപ്പോൾ നിങ്ങളുടെ പ്രണയം ഏതുമാവാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി നിങ്ങളിൽ മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്നു എന്നും അശ്രദ്ധ കൊണ്ട് നഷ്ടമായി എന്നും കുറച്ച് കള്ളത്തരമുള്ളവരാണ് രണ്ടുപേരും എന്നും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരാൾ മാത്രമല്ല, രണ്ടുപേർക്കും കുറച്ച് കള്ളത്തരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്താണോ അതുപോലെയൊക്കെ എടുക്കുക. അപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ എന്നാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാത്തിരിക്കുക കേട്ടോ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം, നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. രാമായണ മാസമൊക്കെ അല്ലേ, ഒന്ന് നോക്കിപ്പോവുക കേട്ടോ. എന്നാൽ ഇവിടെ ആടി സെയിലൊന്നുമല്ല നടക്കുന്നത്, കിഴിവൊന്നുമില്ല. ചിലർ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കാണാം. ടാരോ റീഡിങ്ങിൻ്റെ ആൾക്കാർ ഓഫറുണ്ട്, ആടി സെയിലാണെന്നൊക്കെ. അപ്പോൾ കച്ചവടം തന്നെയാണല്ലോ അവരുടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിനിമം ഒരു ജ്യോതിഷി വാങ്ങുന്ന തുക വാങ്ങുന്നുണ്ട്. അത് 1000 രൂപയാണ്. അത് അടച്ച ശേഷം മാത്രമേ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ GP നമ്പറാണ് ഇത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കാര്യം പറയുക. ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അതാണ് 4 ഓഫ് സോർട്സ് പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അർജുനന് സുഭദ്രയാണ്. വീട്ടുകാർ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഹോപ്പ്, പ്രതീക്ഷ കൈവിടരുത്. അപ്പം നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. മെഡിറ്റേറ്റ് ചെയ്യുക, പ്രതീക്ഷിക്കുക. ഇനി വീട്ടുകാരെ എതിർത്താണെങ്കിലും കല്യാണം കഴിക്കേണ്ടി വന്നാൽ അങ്ങ് മുന്നോട്ട് പോവുക കേട്ടോ. അതാണ് ഇന്നിവിടെ കാണുന്നത്. ഇന്നലെ വൈകിട്ട് ടൈപ്പ് ചെയ്ത വീഡിയോ ഇട്ടു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ പഴയത് റിപ്പീറ്റായിട്ട് തന്നുകൊണ്ടിരിക്കട്ടെ. പുതിയതൊന്നും ഉണ്ടാക്കുന്നില്ല, പറയാതെ വയ്യല്ലോ. എന്നാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ ആണ് രാവിലെ തരുന്നത്. ദയവായി നിങ്ങൾ അത് കാണാൻ ശ്രമിക്കുക. വൈകിട്ട് കണ്ടോ, ഒരു വെറുതെ ഇങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ അവിടെ ടൈംലെസ് ആയിട്ടുള്ള റീഡിങ് തന്നെയാണ്, കിട്ടും. പക്ഷേ ദിവസവും തരുന്നത് രാവിലെ ഇടുന്ന വീഡിയോ ആണ്. അത് കാണാൻ ശ്രമിക്കൂ കേട്ടോ. അതിനാണ് സപ്പോർട്ട് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ പറയാൻ ഒരു എനർജി കിട്ടുക. അപ്പോൾ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ തീരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടംമാതിരിയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇനി ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. പക്ഷാഘാതം വന്നിട്ടുണ്ട് കേട്ടോ. ഗർഭാശയ അണ്ഡാശയസ്ഥാന ഫൈബ്രോയിഡുകൾ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇനി കുടൽ സംബന്ധമായ രോഗങ്ങൾ പറയുന്നുണ്ട്. ഇനി ഹേഡിസ് പറയുന്നു പല്ലുകളുടെ എല്ലുകളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ സൂഡിയാക് സൈനിൻ്റെയൊക്കെ അസുഖമാണ് ഞാൻ പറയുന്നത്. ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കോപ്പിയടിക്കാർ ധാരാളമുണ്ട്. കാരണം മലയാളത്തിൽ ഒരു ടാരോ റീഡർമാർക്കും നമ്മളീ പറയുന്ന അർത്ഥങ്ങളൊന്നും അറിയ പോലും ഇല്ലാത്തവരാണ്. ഇത് വല്ലതും നിങ്ങൾ കേൾക്കാറുണ്ടോ? ഏതെങ്കിലും റീഡിങ്ങിൽ ഇന്ന കാർഡാണ്, ഇന്ന പ്ലാനറ്റാണ്, ഇന്ന നക്ഷത്രമാണ്, ഇന്നതാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, കേൾക്കാറില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ജോലി വന്നിരിക്കുന്നത്, ഹോട്ടൽ വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി IT മേഖല വന്നിട്ടുണ്ട്, ജിം ട്രെയിനർ വന്നിട്ടുണ്ട്, ബിസിനസ്സുകളെല്ലാം വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം എന്നുകൂടി വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സ്വപ്നം കാണുന്നു അതൊക്കെ സഫലമാവുമെന്നാണ് പറയുന്നത്. പുതിയ ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്, മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്, സാലറി കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ജോലിയിൽ വരുന്ന കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അതൊക്കെ ഒന്നിച്ച് പറയുന്നത്. ഇനി മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട് കേട്ടോ. ഗതാഗതം വന്നിട്ടുണ്ട്, തപാൽ വകുപ്പും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. പൊതുവായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കാര്യം നടക്കുമെന്ന് പറയുന്നുണ്ട്. നല്ല സ്വപ്നങ്ങൾ സഫലമാവും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് യാത്ര അലച്ചിലാണ് പറയുന്നത്, യാത്രാ ക്ലേശം പറയുന്നുണ്ട്.
അവിചാരിത യാത്രകൾ ക്ലേശം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ബന്ധുസമാഗമം പറയുന്നുണ്ട്, സമ്പത്ത് കയ്യിൽ വരും എന്ന് പറയുന്നുണ്ട്, സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ട്, പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട്, പഴയൊരു പ്രണയം വീണ്ടും വരും എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾക്കൊക്കെ ബ്രേക്കപ്പാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാം നിങ്ങൾ കേൾക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഡിസപ്ഷൻ, വഞ്ചന നടക്കുന്നുണ്ട് എന്ന സംശയമാണ് രണ്ടാൾക്കെന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു ചാൻസും കൂടി വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടുപേർക്കും കള്ളത്തരുണ്ട്, രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഹണിമൂൺ നടക്കുന്ന ചില ആളുകളുണ്ട്, എല്ലാം ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അതാണ് ഇവിടെ മാലാഖ പറയുന്നത്. യഥാർത്ഥത്തിൽ ചില ആളുകൾ വഞ്ചിക്കുന്നുണ്ടാവാം, അതാണ് ഡിസപ്ഷൻ വന്നിരിക്കുന്നത്. ചില ആളുകളുടെ വിവാഹ സമയമാവും, അതാണ് ഹണിമൂൺ വന്നിരിക്കുന്നത്. റീകൺസിലേഷന് ആഗ്രഹിക്കുന്നുണ്ട്, അത് പറയുന്നുണ്ട്. എല്ലാം സ്റ്റോപ്പായ സമയമാണ്, ബ്രേക്കപ്പായ സമയമാണ്, അതാണ് 3 സൂട്ട്സ് പറഞ്ഞതും ഇവിടെ മാലാഖ പറഞ്ഞതും. വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടുപേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മാലാഖയുടെ സന്ദേശങ്ങൾ. നിങ്ങൾ എൻ്റെ ചാനൽ കാണൂ, അല്ലെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് അപ്രിയമായ കാര്യങ്ങൾ ഞാനിവിടെ പറയാറുണ്ട് അല്ലേ. എല്ലാവരും തുടർന്ന മുതൽ അവസാനം വരെ നിങ്ങളെ സൂപ്പിടുന്ന ആൾക്കാരാണ്. ഇവിടെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ പറ്റാത്തതാണ് എന്ന് വിളിച്ചു പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്കൊന്നുമില്ല, ഇന്നലെ മിനിങ്ങാന്നൊന്നും ലൈക്കില്ല, കാരണം ഞാൻ എന്തോ പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രതികാരമാണ് വരുന്നവരൊക്കെ ചെയ്യുന്നത്. എന്നാൽ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾക്കിത് കേൾക്കാൻ മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഒരു മര്യാദയാണ്, അത് മനസ്സിലാക്കുക. ലൈക്കൊക്കെ വളരെ കുറവാണ് കണ്ടത്. കമൻ്റ് ഇടുന്നത് പരാതി പരിഭവങ്ങളെ പരാതിപ്പെട്ടി എല്ലാ കഥയിലത് ജീവിതമല്ല, നിങ്ങളുടെ ഭർത്താവോ കാമുകനോ അല്ല ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് മാത്രം സംസാരിക്കുക, ഒറ്റ വാക്ക് മാത്രം എഴുതുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത്. കാരണം ഇവിടെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളുടെ വിഴുപ്പ് പാണ്ട അലക്കാനല്ല ഇവിടെ പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് ലൈക്ക് ഇടാത്തല്ലേ. കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ പ്രൈവറ്റ് റീഡിങ് എടുക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരുടെ മനസ്സും ഏകദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് എന്തും പറയാം, കാരണം അത്തരക്കാർ കാണുന്നുണ്ട്. ചില ആളുകൾ വല്ലാതെ നെഗറ്റീവാണ്, നമുക്കത് അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പം നമുക്ക് എല്ലാവരെയും നന്നാക്കാനൊന്നും കഴിയില്ല, നിങ്ങൾ സ്വയം നന്നായ ഒറ്റ ഗുണമേ ഉള്ളൂ, നിങ്ങൾക്ക് വരുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. അതാണ് മൊത്തത്തിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലത് മാത്രം സംഭവിക്കും, ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു കുട്ടി കുറ്റം ചെയ്ത അമ്മയോ അല്ലെങ്കിൽ അധ്യാപികയോ ഒന്നും ശാസിക്കില്ലേ? അത്രമാത്രം കണക്കാക്കിയാൽ മതി. ഞാൻ നിങ്ങളോട് പറയുന്നത്, ചിലത് നെഗറ്റീവായിട്ട് കാണുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, നിങ്ങളോട് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല. എനിക്ക് ആരെയും അങ്ങനെ പ്രിയമോ അപ്രിയമോ ഇല്ല കേട്ടോ, അതുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് കൂടി നോക്കാം. ലവ് യു എന്നാണ് പറയുന്നത്. ഫ്ലർട്ട്, അതാണ് ലിയോ പറഞ്ഞത്. കാമം, ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് ഞാൻ ശൂർപ്പണഖയെ ഇവിടെ കൊണ്ടുവന്നത്. ഒരു ശൂർപ്പണഖയെ ഇവിടെ കണ്ടു. ടിൻ ഫ്ലെയിം, മിസ് യു. അപ്പം ശൂർപ്പണഖ കാരണം ഒരു വംശം അങ്ങ് നാശം വന്ന് ഇല്ലാതായി, അതാണ് ശൂർപ്പണഖ ചെയ്തിട്ടുള്ള ഗുണം. അതുപോലെ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരാളെ ആഗ്രഹിക്കുക, അവരിൽ നിന്ന് ഫിസിക്കലായ താല്പര്യമൊക്കെ ഉണ്ടാവുമ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾക്ക് നാശമാണ് എന്നുകൂടി പറയാം, അല്ലാതെ അത് നല്ലതല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾക്കത് ആഗ്രഹിക്കാം, എന്നാൽ പിടിച്ചു വാങ്ങുന്നതെല്ലാം നഷ്ടപ്പെടുന്നതാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തയാണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ലേ. റീഡിങ്ങിൽ മാത്രമല്ല, കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ മാത്രമല്ല, എൻ്റെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. ഞാനിവിടെ റേറ്റ് പറയുന്നു അല്ലേ, ഇത്ര തന്നാലാണ് ഇത് ചെയ്യൂ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ? അവർ 2500 3000 ഒക്കെ വാങ്ങുന്നുണ്ട്, അതിവിടെ പറയാൻ പോലും കൊള്ളില്ല. അതെനിക്കറിയാം.
അവരുടെ അടുത്തു നിന്നൊക്കെ റീഡിങ് എടുത്തവർ എന്നോട് വന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഓപ്പണായി പറയാത്തത്. നമുക്കിത് പറയാം, കാരണം ഇത് ഒരു മര്യാദ റേറ്റാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്കിവിടെ അങ്ങനെയൊന്നുമില്ല. തുറന്ന പുസ്തകമാണ്, ഹൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓപ്പണാണ് ഞാൻ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. എൻ്റെ ക്യാരക്ടർ ഇതാണ്. ഒന്നും രഹസ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ സത്യമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രണയം സഫലമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി പോസിറ്റീവായ ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക കേട്ടോ. ഈ ചെറിയ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.